Good evening, Makkals. Good evening. ഒന്ന് ആരെങ്കിലും ഗ്രൂപ്പ് പറയാമോ? ജനുവരി എക്സാം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് തീർക്കണം കാര്യങ്ങളെ. ക്ലിനിക്കൽ എവിടെ? എല്ലാവർക്കും ആപ്പിൽ അവൈലബിൾ ആയില്ലേ? അറിയാലോ, നോട്ട്സ് നമ്മൾ പ്രിന്റഡ് ആയി നമ്മൾ തന്നെ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു കേട്ടോ. അത് മിക്കവാറും എന്താ പറയാ ഈ ഒരു വീക്ക് കിട്ടും നിങ്ങൾക്ക്. ഞാൻ ഇന്നുകൂടിയും പിന്നെ നോക്കിയിട്ട് ക്ലോസ് ആക്കാന്നാ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലിനിക്കലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ബാക്കി എടുക്കാൻ പോകുന്നത്. എന്റെ ലാപ്പിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് പറയുന്ന ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിനിക്കൽ സൈക്കോളജിയുടെ ബാക്കി നോക്കാം. ക്ലിനിക്ക് മിക്കവാറും 1-ാം തീയതി ഓപ്പൺ ആവും കേട്ടോ. അപ്പോ നിങ്ങൾക്ക് അവിടെ വരാം. നെറ്റ് പ്രിപ്പറേഷൻ ഒക്കെ വിചാരിക്കുന്നുണ്ട്. നെറ്റ്സിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാറ്റർഡേ സൺഡേസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഈ ഒരു വീക്ക് പിന്നെ എന്താ പറയാ ഇയർ ഐ മീൻ അക്കാഡമിക് എൻ്റെ ഏപ്രിൽ മെയ് മാസം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്. മെയിൻ ആയിട്ടും അസസ്മെന്റ് ഒക്കെ ശരിക്കുള്ള കുട്ടികളില്. നാഫില നിനക്ക് അടുത്താണ്, നമ്മുടെ തലക്കുളത്തൂര് മാനസ ഹോസ്പിറ്റലില്ലേ, അതിന്റെ താഴെ, അതായത് പള്ളിയുടെ തൊട്ടടുത്ത്. നിനക്ക് ഇടയ്ക്കിടക്ക് ഓടി വരാം. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ട്.
തലക്കുളത്തൂർ എന്ന് പറയും. അപ്പൊ അവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, അത്തോളി റൂട്ടില് ബസ്സിൽ വരാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഇത്. അപ്പൊ നമ്മള് മെയിനായിട്ട് അവിടെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഈ LD കുട്ടികളുടെ അസസ്മെന്റും കേസ് ടേക്കിംഗ്. അപ്പൊ നിങ്ങളിപ്പം പലരും പോയിട്ടുള്ളത് മെന്റൽ ഹോസ്പിറ്റലിലേക്കും. ഇപ്പൊ റിയൽ ആയിട്ടുള്ളൊരു കേസ് ടേക്കിങ് മെന്റൽ ഹോസ്പിറ്റൽ സെറ്റിങ്സിലല്ലാതെ എങ്ങനെയൊക്കെയാണ്, അതുപോലെ പിന്നെ കൗൺസിലിംഗ് ചെയ്യാൻ പഠിപ്പിച്ചു തരാം, അതുപോലെ തന്നെ ചെയ്യിപ്പിക്കാൻ അവസരം തരാം. ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് PG കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ എൻ്റെ സ്വന്തം പേരില് സ്വന്തം ലൈസൻസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലിനിക്കാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ഓക്കെ, എന്റെ പേര് തന്നെ കേട്ടോ, അഫാസ് വെൽനസ് ആൻഡ് ലേണിംഗ് എൻഹാൻസ്മെന്റ് സെന്റർ എന്നാണ് പേര് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് പൈസ ആയിട്ടില്ല എന്നല്ല, ഒരു ഞാൻ കുറച്ച് വലിയൊരു ഐ മീൻ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ലെവലിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണും. അത് എന്റെ മക്കൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എനിക്കൊരു റൂം മതി എന്റെ കുട്ടികൾക്ക് കമ്മിങ് ആണ്. നിങ്ങൾക്ക് അവിടെ ബുക്സ് റെഫർ ചെയ്യാനും പഠിക്കാൻ, വീട്ടിൽ പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ വന്നിരിക്കാനും ഒക്കെയും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ വർത്താനം പറഞ്ഞ നേരല്ലേ, എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കണം. 1-ാം തീയതിയാണ് ഓപ്പണിങ്. 1-ാം തീയതി ഓപ്പണിങ്ങോട് കൂടി നമ്മൾ ഫാമിലി തെറാപ്പിയുടെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ CBTയും ഫാമിലി തെറാപ്പിക്ക് അറ്റൻഡ് ചെയ്യണം കേട്ടോ മക്കളെ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, ഫാമിലി നിങ്ങൾക്ക് പ്രാക്ടീസിലേക്ക് ഇറങ്ങുമ്പോൾ അട്ടം നോക്കി നിൽക്കേണ്ടി വരും. എന്താ പ്രാക്ടീസ് ചെയ്യാന്ന് അറിയണ്ടേ? ആ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും കോളേജിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, അത് ഞാൻ ഉറപ്പിച്ചു പറയാം. ഇങ്ങനെ പൈസയിൽ എങ്ങാനും ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട്, അതും ജയകൃഷ്ണൻ സാറിന്റെ അണ്ടറിലാണ്. അപ്പം എന്താണെന്നുള്ളത് അറിയില്ല. എന്നാലും പ്രാക്ടീസിങ് ഒക്കെ അവിടെ മാത്രമാണ് ഇപ്പൊ ഉള്ളത്. ബാക്കിയുള്ളവർക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയണമെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങന്നെ വേണം. അത് നിങ്ങൾ കഴിഞ്ഞ് ഗ്യാപ്പ് ഒന്നും എടുക്കാണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നോക്കുക. നെറ്റൊക്കെ എഴുതാൻ ശ്രമിക്കുക. നല്ല നെറ്റ്വർക്കിന്റെ എറർ ഉണ്ട്, അത് എനിക്കൊന്ന് ഐ മീൻ ബ്രേക്ക് വരുന്നുണ്ട് പറയണേ. ഞാന് വീഡിയോ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായിരുന്നു ക്ലിനിക്കൽ സൈക്കോളജിയുടെ പറഞ്ഞു, ആൻഡ് വ്യൂസ് ഓഫ് എന്നും പറഞ്ഞു, മെന്റൽ ഡിസോർഡർ ചൈനി പറഞ്ഞു. ഇനി വ്യൂസ് ഓഫ് അബ്നോർമാലിറ്റി ഡ്യൂറിങ് മിഡിൽ ഏജ്. മിഡിൽ ഏജിൽ എടുത്തു പറയേണ്ട വന്നു. അത് പിന്നെ ബാഗ്ദാദിലാണ് വന്നത്, പിന്നെ ഡമസ്കസിലും ആലപ്പോലും വന്നു. ഈ മിഡിൽ ഏജിൽ എടുത്തു പറയുന്ന ഒരു പേരാണ് അവസന, പ്രിൻസ് ഓഫ് ഫിസിഷ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കട്ടുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, വീഡിയോ ഓഫ് ചെയ്യാം. വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ കട്ട് പറയും. ഞാൻ പറയണ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് പോണം കേട്ടോ, കാരണം ഹിസ്റ്ററി ചവറ് പോലെ ഉണ്ട്. ഞാനത് വെട്ടാത്തതാണ്. അഥവാ ഈ നോട്ടിന് ഷെയർ ചെയ്യാൻ ചാൻസ് ഇല്ല, പഴയ നോട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. ഹിസ്റ്ററി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാ. ഇപ്പോഴോ? ഇപ്പൊ ബ്രേക്ക് ഉണ്ടോ? ഇപ്പം ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ബ്രേക്ക് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ വ്യൂസ് ഓഫ് അബ്നോർമാലിറ്റി ഡ്യൂറിങ് മിഡിൽ ഏജ് ആണ്. അവിടെ മിഡിൽ ഏജിൽ എടുത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ മെന്റൽ ഹോസ്പിറ്റൽ ബാഗ്ദാദിൽ വന്നു, അതിന് തൊട്ടു പിറകെ തന്നെ ഡമസ്കസിലും ആലപ്പോലും വന്നു. പിന്നെ ഈ ഒരു അബ്നോർമാലിറ്റിയുടെ കേസിൽ മിഡിൽ ഏജിൽ എടുത്ത് പറയുന്ന ഒരു പേരാണ് പ്രിൻസ് ഓഫ് ഫിസിഷ്യൻ എന്നറിയപ്പെടുന്ന ആവിസേന. പിന്നെ എന്താ പറയാ,
മിഡിൽ ഏജിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് മാസ് ഡാൻസ് മാഡ്നസ്, ട്രാൻഡിസം, ലൈക്കാൻത്രോപ്പി, എക്സോസിസം ആൻഡ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഓരോന്നും ജസ്റ്റ് എന്താന്ന് മാത്രം മെൻഷൻ ചെയ്താൽ പോയാൽ മതി കേട്ടോ. അപ്പം വ്യൂസ് ഓഫ് എബ്നോർമാലിറ്റി ഡ്യൂറിംഗ് മിഡിൽ ഏജില് ദ ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബാഗ്ദാദ് in AD 792. It was soon followed by others in Damascus and Aleppo. First ബാഗ്ദാദിലാണ് വന്നത്, പിന്നെ ഡമസ്കസിലും അലപ്പോയിലും വന്നു. One outstanding figure in ancient medicine was Avicenna from Persia. പേർഷ്യ എന്നുള്ള അവസേന ആയിരുന്നു ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ എന്ന് പറയുന്ന ഒരാൾ. എന്തുകൊണ്ടാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹം എന്താണ് Prince of Physician ആണ്, and the author of the Canon of Medicines, perhaps the most widely studied medical work ever written. ഈ ഒരു ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക സ്റ്റഡി ആരാണ്? അവസേനയാണ്. അതുകൊണ്ടാണ് പ്രിൻസ് ഓഫ് ഫിസിഷ്യൻ എന്ന് അദ്ദേഹം വിളിക്കുന്നത്. ഇൻ ഹിസ് റൈറ്റിംഗ് അവസേന ഫ്രീക്വന്റ്ലി റെഫർ ടു ഹിസ്റ്റീരിയ, എപ്പിലെസി, മാനിക് റിയാക്ഷൻ ആൻഡ് മെലൻകോളിയ. നമ്മൾ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത്? പുള്ളിക്കാരൻ നമ്മുടെ എന്താ പറയാ പിന്നെ മാനിയെ മെലൻകോളിയനെ പറ്റിയിട്ടും എപ്പിലെപ്സിനെ പറ്റിയിട്ടും ഹിസ്റ്റീരിയനൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം വ്യൂസ് ഓഫ് അബ്നോർമാലിറ്റി ഡ്യൂറിംഗ് മിഡിൽ ഏജ് ആദ്യം പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഹോസ്പിറ്റൽ ബാഗ്ദാദിൽ തുറന്നു. അതിനുശേഷം അത് ഇപ്പോഴും ഭയങ്കര പ്രൊമിനന്റ് ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനൊന്ന് റീജോയിൻ ആവട്ടെ. വെയിറ്റ് ഞാനൊന്ന് റീജോയിൻ ആവുന്നുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ മക്കളെ? ഇനി കട്ടുണ്ടെങ്കിൽ പറയണേ, എനിക്ക് അറിഞ്ഞൂടെ, ഇന്ന് ഒടുക്കത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം മിഡിൽ ഏജിൽ എടുത്തു പറയുന്നത് ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ ബാഗ്ദാദിൽ വന്നു, പിന്നെ ഡമസ്കോസിലും അലപ്പോയിലും വന്നു, പിന്നെ അവിസീനയാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസ് ഓഫ് ഫിസിഷ്യൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് കനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ആ ബുക്കാണ് മെഡിക്കൽ വർക്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യപ്പെട്ട ഒന്ന്. അതിൽ അദ്ദേഹം ഫ്രീക്വന്റ്ലി റെഫർ ചെയ്തിരുന്നു ഹിസ്റ്റീരിയ, എപ്പിലെപ്സി, മാനിക് റിയാക്ഷൻ, മെലൻകോളിയനൊക്കെ പറ്റിയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് അടുത്തത് ദ word of scientific thinking and പിന്നെ എന്താണ് ഹ്യൂമൻ ട്രീറ്റ്മെന്റും. അമ്മേ എന്തൊരു കഷ്ട. ഇപ്പോഴും ഉണ്ടോ ബ്രേക്ക്? ബ്രേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റൂലല്ലോ. ഇപ്പോഴോ? ഇപ്പൊ മക്കളെ ഇപ്പൊ കട്ടുണ്ടോ? ബ്രേക്ക് കേൾക്കാവോ ഞാൻ പറയുന്നത്? ഇപ്പൊ ബ്രേക്ക് പറയണേ മകളെ? ഇപ്പൊ ബ്രേക്ക് ഇല്ലല്ലോ. ഇനി ഇനി മിഡിൽ ഏജില് സയന്റിഫിക് തിങ്കിങ്, ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ഒക്കെ
തീരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എവിടെ? മിഡിൽ ഏജിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ് മാഡ്നസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ കേട്ടോ. During the last half of Middle Age in Europe, a peculiar trend emerged in efforts to understand abnormal behavior. It involved mass madness. ഒന്നുമില്ല, ഒരു പിന്നെ എന്താ പറയാ, യൂറോപ്പില് ഒരു മിഡിൽ ഏജിന്റെ അവസാനമായപ്പോഴത്തേനും വന്ന ഒരു പിന്നെ അബ്നോർമൽ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എഫേർട്ടിനെയാണ് മാസ് മാഡ്നസ് എന്ന് പറയുന്നത്. The widespread occurrence of group behavior disorders that were apparently cause of hysteria. The whole group of people were affected simultaneously. അതായത് എന്താണ്? ഒരു ഗ്രൂപ്പ് ബിഹേവിയർ ഡിസോർഡർ, അതായത് ഒരു കൂട്ടം ആളുകൾക്ക് ബിഹേവിയർ ഡിസോർഡർ വരികയാണ്. അതിനെയാണ് മാസ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകൾക്ക് ഒരേപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് impulse to dance that were often attributed to bite of southern European tarantula or wolf spider. നിർത്താണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അത് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഏതോ ഒരു സ്പൈഡർ കടിച്ചതിനെ കൊണ്ടാണെന്നാണ്. അതിനെയാണ് ടെറാന്റിസം എന്ന് പറയുന്നത്. അടുത്തതാണ് ഐസൊലേറ്റഡ് റൂറൽ ഏരിയാസ് വെർ ഓൾസോ അഫിലിയേറ്റഡ് വിത്ത് ഔട്ട്ബ്രേക്സ് ഓഫ് ലിക്കാൻട്രോപ്പി എന്ന് പറയുന്ന a condition in which people believe themselves to be possessed by wolves and imitate their behavior. Imitated, അതായത് വുൾഫ് കടിച്ചെന്ന് വിചാരിച്ചിട്ട് വുൾഫിനെ പോലത്തെ ബിഹേവിയർ എടുക്കുക. അതാണ് ലൈക്കാൻട്രോപ്പി എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം മതി കേട്ടോ. അപ്പൊ മിഡിൽ ഏജിന്റെ കേസിൽ ഡമസ്കസിലും അലപ്പോലും ബാഗ്ദാദിലും മെന്റൽ ഹോസ്പിറ്റലിൽ വന്നതും ചെയ്ത അബിസീനിയനെ പറ്റി മെൻഷൻ ചെയ്യാം. പിന്നെ മിഡിൽ ഏജ് ഉള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് മാസ് മാഡ്നസ്, അതായത് ഒരു കൂട്ടം ആളുകൾക്ക് ബിഹേവിയർ ഡിസോർഡർ ആണ് വരുന്നത്, ഹിസ്റ്റീരിയ, അതും ഒരേ സമയത്ത്. ടെറാന്റിസം എന്ന് പറയുന്നത് നിർത്താണ്ട് അൺകൺട്രോളബിൾ ആയിട്ട് ഒരു ഇമ്പൾസ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്, അത് വിചാരിച്ചത് ഒരു വുൾഫ് സ്പൈഡർ എന്ന സ്പൈഡർ കടിച്ചിട്ടാണെന്നാണ്. പിന്നെ വന്നൊരു ലിക്കാൻട്രോപ്പി എന്ന് പറയുന്നതാണ്. അതെന്താണ്? വുൾഫ് കടിച്ചിട്ട് വുൾഫിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക. ഈ 3 രോഗങ്ങളായിരുന്നു ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് അന്ന് ഉണ്ടായിട്ടുള്ളത് മിഡിൽ ഏജിൽ. ഓക്കെ ആണോ? അന്നും ചെയ്തിരുന്ന പിന്നെ ട്രീറ്റ്മെന്റ് എക്സോസിസും വിച്ച് ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ പിന്നെ അതായത് ആവാഹനൊക്കെയാണ് അന്നും ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. ഈ 6ാമത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, ഹ്യൂമാനിറ്റേറിയൻ റിഫോം എന്ന് പറയുന്നത്. അവിടെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പത്തേനും മെന്റൽ ഹോസ്പിറ്റല് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വന്നു. പക്ഷെ അതൊന്ന് റിഫോം ചെയ്യണം. കാരണം ഭയങ്കര ഇൻഹ്യൂമൺ ആയിട്ടായിരുന്നു അവിടെ ആളുകളെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നത്. പൈനലിന്റെ എക്സ്പെരിമെന്റ്, ഫിലിപ്പ് പൈനൽ എന്ന് പറഞ്ഞ ഒരാൾ എക്സ്പെരിമെന്റ് തല പോണ കേസായിരുന്നു. എങ്ങാനും ഫിലിപ്പിന്റെ എക്സ്പെരിമെന്റ് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫിലിപ്പിന്റെ തല പോലും പോകുന്ന കേസായിരുന്നു. പക്ഷെ ഫിലിപ്പിന്റെ എക്സ്പെരിമെന്റ് അവിടെ വിജയിക്കുകയും കുറച്ചൊരു എന്താണ് ഈ ഹ്യൂമാനിറ്റേറിയൻ, അതായത് ഭയങ്കര ഉപദ്രവിക്കലും പൂട്ടിയിടലും ഒക്കെ ആയിരുന്നു മെന്റൽ രോഗികളെ, അതങ്ങോട്ട് കുറഞ്ഞു. അതാണ് ഹ്യൂമാനിറ്റേറിയൻ റിഫോം എന്ന് പറയുന്നത്. Clearly, by late 18th century, most mental hospitals in Europe and America were in great need of reform. അമേരിക്കയിലും യൂറോപ്പിലും റിഫോർമേഷൻ വേണമായിരുന്നു. The humanitarian treatment of patients received great impetus from the work of ഫിലിപ്പ് പൈനലിന്റെ വർക്കിൽ നിന്നാണ് ഹ്യൂമാനിറ്റേറിയൻ ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് റിസീവ് ആവാൻ തുടങ്ങിയത്. പൈനൽസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് 1792 ആണ്. ഷോർട്ട്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞ ഉടനെ പൈനൽ വാസ് പ്ലേസ്ഡ് ഇൻ ചാർജ് ഓഫ് ലാ ബെക്കെ ഹോസ്പിറ്റൽ ഇൻ പാരീസ്. ഒരു ലാ ബെക്കർട്ട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് ഫിലിപ്പ് പൈനലിനെ എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു. In this capacity, he received the urging permission to revolutionary commune to remove the chains from some of the inmates as an experiment to test his view that mental patients should be treated with the kindness and consideration as sick people, not as vicious beasts or criminals. പുള്ളിക്കാരൻ എന്തോ റിസർച്ചിന്റെ പേരിൽ ഇവരെയൊക്കെ ചെയിനിൽ നിന്ന് അയച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ റിസർച്ച് ആയിട്ട് പറഞ്ഞതാ, ഈ മറ്റുള്ള രോഗത്തിനെ പോലെ തന്നെ നമ്മൾ മെന്റൽ രോഗത്തിനെയും കാണണം, അല്ലാതെ അവരെ ബീസ്റ്റിനെ പോലെയും ക്രിമിനലിനെ പോലെ അല്ല കാണുന്നത്. ഹാഡ് ഹിസ് എക്സ്പെരിമെന്റ് പ്രൂവ് ഫെയിലിയർ, എങ്ങാനും ഇവരെ ചെയിൻ അയച്ചത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫിലിപ്പ് പൈനൽ might have lost his head, but fortunately it was a great success. അയാള് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇവരുടെ ചെയിൻ, അതായത് ചങ്ങല ഊരിയതാണ്. എങ്ങാനും അത് പിന്നെ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പൈനലിന്റെ തല പോലും പോകുന്ന കേസായിരുന്നു. പക്ഷെ ആ ഒരു റിസർച്ച് ഭയങ്കര സക്സസ് ആയിരുന്നു. ചെയിൻസ് വാസ് റിമൂവ്ഡ്.
സണ്ണി റൂംസ് വെർ പ്രൊവൈഡ്. വെളിച്ചില്ലാത്ത റൂമിലൊക്കെ ആയിരുന്നു കിടത്തിയത്. അങ്ങനെ സണ്ണി റൂംസ് പ്രൊവൈഡ് ചെയ്തു. പേഷ്യന്റ് വെർ പെർമിറ്റഡ് ടു എക്സസൈസ് ഓൺ ദ ഹോസ്പിറ്റൽ ഗ്രൗണ്ട്. ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യാൻ സമ്മതിച്ചു. ആൻഡ് കൈൻഡ്നസ് വാസ് എക്സ്റ്റെൻഡ് ടു ദീസ് പോർ ബീങ്സ്, സം ഓഫ് whom had been chained in dungeons for 30 or 40 more years. കണ്ടോ, പലരും 30-40 ഡങ്കൻ എന്ന് പറയുന്നത് ഇരുട്ടറയിൽ ചെയിനിട്ട് വെച്ച് 30-40 വർഷം അങ്ങനത്തെ അവർക്ക് വെളിച്ചവും എന്താണ് വായു ഒക്കെ കിട്ടാൻ തുടങ്ങി. The effect was almost miraculous. The previous noise, filth and abuse were replaced by order and peace. അതുവരെ ഉണ്ടായിരുന്ന നോയ്സും ഫിൽത്തും അബ്യൂസ് ഒക്കെ കുറഞ്ഞു, അവിടെ പീസ് ആൻഡ് ഓർഡർ വന്നു. ഇതാണ് ഫിലിപ്പ് പൈനലിന്റെ എക്സ്പെരിമെന്റ്. ഹ്യൂമറ്റേറിയൻ റിഫോം ആണ്. അതുവരെ ഉണ്ടായിരുന്നത് അടിച്ചമർത്തിയും അടിയും ചവിട്ടും എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള പീഡനത്തിൽ നിന്ന് എന്ത് മാറി, ഒരു പീസ് ആൻഡ് ഓർഡർ വന്നു. പൈനലിന്റെ എക്സ്പെരിമെന്റ് മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ ഇതില് മോറൽ മാനേജ്മെന്റും ഡിക്സൺ ദ മെന്റൽ ഹൈജീൻ മൂവ്മെന്റും മാത്രം എഴുതിയാൽ മതി കേട്ടോ. മോറൽ മാനേജ്മെന്റും ഡിക്സന്റെ പിന്നെ എഴുതണം കേട്ടോ. moral management. Okay. During the early part of this period of humanitarian reform, the use of moral management, a wide-ranging method of treatment that focus on patients' social, individual, and occupational needs, become relatively widespread. This approach, which stemmed largely from work of Pinel and Tuke, began in Europe during the late 18th century and in America during early 19th century. ഒരു moral management widespread ആവാൻ തുടങ്ങി. അതായത് മാനസിക രോഗമുള്ളവരെ എങ്ങനെ സോഷ്യലിയും ഇൻഡിവിജ്വലിയും ഒക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു എന്താണ് ഒരു മോറൽ മാനേജ്മെന്റ് വന്നു. എങ്ങനെ? പൈനലിന്റെ വർക്കിന് ശേഷം 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിലും 19ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ അമേരിക്കയിലും ഇത് പ്രാബല്യത്തിൽ വന്നു. എന്ത്? മോറൽ മാനേജ്മെന്റ്. അതുപോലെയുള്ള ഒരെണ്ണമാണ് ഡിക്സ് ആൻഡ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. Dorothy Dix was an energetic New Englander who became a champion of poor and forgotten people in prisons and mental institutions for decades during the 19th century. ഇതെവിടെയാണ്? ഇംഗ്ലണ്ടറാണ്. ഇംഗ്ലണ്ടിൽ നടന്നാണ്. Dix carried a zealous campaign between 1841 and 1881 that aroused people and legislatures to do something about the inhuman treatment accorded to the mentally ill. Though her efforts, the mental hygiene movement grew in America. Millions of dollars were raised to build a suitable hospital, and 20 states responded directly to her appeals. കണ്ടോ, ഡിക്സ് എന്താക്കി? ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി 41 മുതൽ 81 വരെയുള്ള കാലഘട്ടത്തിൽ. അവിടെ മെന്റലി ഇല്ലുള്ളവരെ ഇൻഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഹ്യൂമനിറ്റിക്ക് വേണം എന്നുള്ളത്. ഈ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ത് ചെയ്തു? അമേരിക്കയിൽ പൊട്ടിപ്പടർന്നു. കോടിക്കണക്കിന് ഡോളർ ഉപയോഗിച്ചിട്ട് കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി. 20 സ്റ്റേറ്റ് റെസ്പോണ്ട് ചെയ്ത് ഡയറക്ട്ലി പുള്ളിക്കാരിയുടെ എന്ത് അപ്പീൽ എന്നാണ് പറയുന്നത്. ഇതാണ് ഹ്യൂമാനിറ്റേറിയൻ റിഫോമിൽ വരുന്നത്. ഒന്ന് ഫിലിപ്പ് പൈനലിൻ്റെത് മോറൽ മാനേജ്മെന്റ് എഴുതാ. പിന്നെ ഡൊറോത്തി ഡിക്സ്, ഒരു സ്ത്രീ ആട്ടോ, പുള്ളിക്കാരിയുടെ കാര്യം എഴുതാ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, പറയണേ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഡിക്സിന് ഇത് പറയാലോ നൂർജ. ഡിക്സിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി എന്ത് ചെയ്തു? ഇൻഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. അതായത് പിന്നെ എന്താണ് ഈ എന്താ പറയാ, ഹൈജീൻ മൂവ്മെന്റ് തന്നെ, മെന്റൽ ഹൈജീൻ മൂവ്മെന്റ്. അതായത് അവിടെ ഇൻഹ്യൂമൻ ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നിർത്തണമെന്ന് പറഞ്ഞു. അത് അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഡിക്സ് ആൻഡ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ്. അമേരിക്കയിൽ ഒരുപാട് മെന്റൽ ഹോസ്പിറ്റല്, കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ചികിത്സിക്കുന്നിടത്ത് ഒരുപാട് മെന്റൽ ഹോസ്പിറ്റൽ വന്നു. അടുത്തതാണ് 19th സെഞ്ചുറി. ആ 19th സെഞ്ചുറിയിൽ ഒരു 3 പോയിന്റ് ഒക്കെ മതി കേട്ടോ. 19th 20th പിന്നെ ബയോളജിക്കൽ ഡിസ്കവറീസും സൈക്കോ അനാലിസിസ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക, പിന്നെ എവല്യൂഷനും. അത്രേ ഉള്ളൂ കേട്ടോ. 18th സെഞ്ചുറി നോക്കിക്കേ. 19th century views and course of treatment and mental disorder. In the early part of 19th century, mental hospitals were controlled by essentially by lay persons. ആ ലേ പേഴ്സൺസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്തത്. ബിക്കോസ് ഓഫ് ദ പ്രൊമിനൻസ് ഓഫ് മോറൽ മാനേജ്മെന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലുനാറ്റിക്സ്.
ലുനാറ്റിക്സ് എന്ന് പറയുന്നത് പണ്ടത്തെ മെന്റൽ ഹോസ്പിറ്റലിന് പിന്നെ വിളിക്കുന്ന പേരാട്ടോ. അത് കൺട്രോൾ ചെയ്തത് ലേ പേഴ്സൺസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ലുനാറ്റിക്സ് എന്നാണ് പണ്ട് അസൈലംസും ലുനാറ്റിക്സ് എന്നൊക്കെ വിളിച്ചിരുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ. മെഡിക്കൽ പ്രൊഫഷണൽ ഓർ alienists or psychiatrists were called at this time in reference to their treating at alienated or insane had a relatively inconsequential role in the care of insane and managed of the asylum of the day. അന്ന് അവിടെ സൈക്യാട്രിസ്റ്റിനൊന്നും വലിയ റോൾ ഇല്ല. ഈ ലുനാറ്റിക്സില് ഈ എന്താ പറയാ അവിടെ ഈ എന്താ പറയാ അസലത്തിൽ ഈ സൈക്യാട്രിസ്റ്റിനൊന്നല്ല, മറ്റവർക്കാണ് ഈ നോക്കി നടത്തുന്ന ആൾക്കാരായിരുന്നു ഭയങ്കര പവർ എന്നാണ് പറയുന്നത്. അതായത് മെന്റൽ ഹോസ്പിറ്റൽസ് കൺട്രോൾ ചെയ്യുന്നത് ലേ പേഴ്സൺസ് ആണ്. ഈ ലേ പേഴ്സൺസിനാണ് ഈ സൈക്യാട്രിസ്റ്റിനെക്കാളിയും ഒക്കെ കൺട്രോൾ. മറ്റൊരു ഏലിയനേറ്റഡ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ ഇൻസെയിൻ എന്നാ വിളിക്കുക ഈ സൈക്യാട്രിസ്റ്റിനെയും ബാക്കിയുള്ളവരൊക്കെ. However, during the later part of the century, alienists gained control of the insane asylums and incorporated the traditional moral management therapy into their rudimentary physical medical procedures. പക്ഷേ 19ാം നൂറ്റാണ്ടിന് അവസാനമൊക്കെ ആകുമ്പോൾ, ലേറ്റർ പാർട്ടൊക്കെ ആകുമ്പോഴത്തേനും ഈ ഏലിയൻസ്, അതായത് ഏലിയൻസ് വിളിച്ചത് ആരാന്നറിയോ? സൈക്യാട്രിസ്റ്റുകളെയും മെഡിക്കൽ പ്രൊഫഷണലുകളെയും. ഈ ലേ പേഴ്സൺസ് ആണ് എല്ലാ കാര്യം ചെയ്യുക. പക്ഷെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ലേ പേഴ്സൺസിന് എന്താക്കി ഇവർ മറികടന്നിട്ട് ഇവരെന്താക്കി അധികാരം പിടിച്ചെടുത്തിട്ട് മോറൽ മാനേജ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ലേ പേഴ്സൺസ് ഭയങ്കര ക്രൂവലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ സമയത്തും മെന്റൽ ഡിസോർഡേഴ്സ് were only vaguely understood and conditions such as melancholia, depression were considered to be the result of nervous exhaustion. എന്താണ് കാരണം എന്നൊക്കെ അന്നും അറിയില്ലായിരുന്നു. ഈ മെലൻകോളിയും ഡിപ്രഷനും ഒക്കെ നെർവസ് എക്സോഷൻ കാരണമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. That is, psychiatrists of that time thought that emotional problems were caused by expenditure of ഇത്രയും മതി, നെർവസ് എക്സോഷൻ കാരണമാണ്. അപ്പൊ 19ാം നൂറ്റാണ്ടിൽ എന്താണ് അസൈലംസ് അല്ലെങ്കിൽ ലുനാറ്റിക്സ് ആണ്. അതിന്റെ കൺട്രോൾ ലേ പേഴ്സൺസിന്റെ അടുത്തായിരുന്നു. സൈക്യാട്രിസ്റ്റിനെയും മെഡിക്കൽ പ്രൊഫഷണൽസിനെയും അവര് ഏലിയൻസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇൻസെയിൻ എന്നായിരുന്നു. പക്ഷെ 18ാം നൂറ്റാണ്ടിലെ 19ാം നൂറ്റാണ്ടിലെ ലേറ്റർ പാർട്ട് ആകുമ്പോഴത്തേനും ഈ ഏലിനേറ്റഡ്സ് എന്താക്കി കൺട്രോൾ എടുത്തു. എന്നിട്ട് മോറൽ മാനേജ്മെന്റ് തെറാപ്പി കൊണ്ടുപോയി. ഡിപ്രഷൻ ഒക്കെ വരാൻ കാരണം നെർവസ് എക്സോഷൻ ആണെന്നാണ്. ഇതാണ് 19th സെഞ്ചുറി പിന്നെ കോഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 20th സെഞ്ചുറിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ പോയിന്റ്സ് മതി കേട്ടോ. ക്ലിഫോർഡ് ബിയറിന്റെ കാര്യം എന്തായാലും എഴുതണേ. ക്ലിഫോർഡ് ബിയേഴ്സ് at the beginning of the 20th century, with the influence of enlightened people such as Clifford Beers, mental hospitals grew substantially in number, predominantly to house persons with severe mental disorders such as schizophrenia, depression, organic mental disorder, tertiary syphilis, and persis, and severe വീട്ടിലേക്ക് തിരിച്ചുവിടുന്ന ഒരു കാര്യാട്ടോ. അതായത് കട്ടായതല്ല, ഞാൻ വിടാണ്ടുന്നതാണ്. കട്ടായതല്ല, ഞാൻ വിടാണ്ടുന്നതാണ്. ഇവിടെ 20th സെഞ്ചുറിയിലെ തുടക്കത്തില് ക്ലിഫോർഡ് ബിയേഴ്സിന്റെ ഒരു ഇതില് മെന്റൽ ഹോസ്പിറ്റൽ കൂണുപോലെ വളർന്നു. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്ത്, 1946 മാർക്ക് ദ ബിഗിനിങ് ഓഫ് എൻ ഇമ്പോർട്ടന്റ് പീരീഡ് ഓഫ് ചേഞ്ച്. ഈ 1946 ഇമ്പോർട്ടന്റ് പീരീഡ് ആയിട്ട് പറയുന്നുണ്ട്. മേരി ജെയിൻ വാർഡ് എന്നൊരാള് ഒരു വെരി ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് പബ്ലിഷ് ചെയ്ത കഥ ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി അതിൽ വിളിച്ചത് സ്നേക്ക് പിറ്റ് എന്നാണ്. അതായത് മാറിയവരെയും വീട്ടിലേക്ക് വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചൊരു സ്നേക്ക് പിറ്റ് എന്നാണ്. വീണ്ടും ഈ ഒരു ബുക്ക് ഭയങ്കര എന്താ പറയാ ഇൻഫ്ലുവൻഷ്യൽ ആയി. എന്നിട്ട് വീണ്ടും അവിടെ എന്താണ് മാറ്റങ്ങളൊക്കെ വന്നു, മാറിയവരെ വീട്ടിൽ കൊണ്ടുവിടാനൊക്കെ തുടങ്ങി. അതൊക്കെയാണ്. In the year, Mary Jane Ward published a very influential book, The Snake Pit, which was popularized in a movie of the same name. ഒരു സിനിമ ആ പേരിൽ വന്നു.
The work called attention to the plight of mental patients and helped to create concern over the need to provide more human mental health care in community in place of overcrowded mental hospital. ഈ ഒരു ബുക്കിന്റെ ഇൻഫ്ലുവൻഷ്യൽ ഈ ഓവർ ക്രൗഡ് കുറെ ആൾക്കാരുള്ള മെന്റൽ ഹോസ്പിറ്റലൊക്കെ ഒന്ന് റെഡി ആവാൻ തുടങ്ങി. Also in 1946, the National Institute of Mental Health was organized and provided active support for the research and training through psychiatric residences and clinical psychology training programs. Moreover, the Hill-Burton Act, a program that funded community mental health hospital, was passed during this period. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് സൈക്യാട്രിസ്റ്റുകൾക്ക് സ്റ്റഡി ചെയ്യാനും റെസിഡൻസ് ചെയ്യാനും ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാനും ഒക്കെയുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു 1946. സ്റ്റാർട്ട് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആയിരുന്നു. അവര് സൈക്യാട്രിസ്റ്റുകൾക്ക് കോച്ചിങ്ങും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിക്കൾക്ക് കോച്ചിങ് ഒക്കെ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെയാണ് ബയോളജിക്കൽ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. അതായത് കോഴ്സ് ആൻഡ് എഫക്റ്റ് ആണ് ബയോളജിക്കൽ ഡിസ്കവറീസിൽ പറയുന്നത്. ബയോളജിക്കൽ ഡിസ്കവറീസ് എസ്റ്റാബ്ലിഷ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് മെന്റൽ ഡിസോർഡർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ പാരാലിസിസ് ആൻഡ് സിഫിലിസിസ്. ഈ ജനറൽ പാരാലിസിസ്, ദ ഡിസ്കവറി ഓഫ് a cure for general paralysis began in 1825. ഈ ജനറൽ പാരാലിസിസിനെയും സിഫിലിസിസിനെയും ക്യൂർ മാറ്റം കണ്ടുവന്നത് 1825 when the French physician A.L.J. Bale differentiated general paralysis as a specific type of mental disorder. Bale gave a complete and accurate description of the symptom pattern of the paralysis and conceivingly presented his reason for believing paralysis to be distinct disorder. Paralysis in ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഡിസോർഡർ ആയിട്ട്, ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തതാണ് ബ്രെയിൻ പാത്തോളജി ആസ് എ കോസൽ ഫാക്ടർ. ബ്രെയിനിന്റെ പത്തോളജി മെന്റൽ ഡിസോർഡറിന് ഒരു കോസൽ ഫാക്ടർ ആണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1957 In 1957, Albrecht von Haller in his Elementia Psychologica Corpora Humana, അന്ന് വേണമെന്നില്ല കേട്ടോ, പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോ, emphasized the importance of brain in psychic functions and advocated postmortem decision to study the brains to insane. അതായത് മെന്റൽ രോഗം വന്നവരുടെ പോസ്റ്റ്മോർട്ടത്തിൽ അവരെ ബ്രെയിൻ എടുത്ത് പഠിക്കാനും എന്നിട്ട് അതുവഴി കോസൽ ഫാക്ടർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും തുടങ്ങി. ആര്? ആൽബർട്ട് വോൺ ഹാലർ എന്ന് പറയുന്ന ആള്. പിന്നെയാണ് മെസ്മറിസം. ജസ്റ്റ് മെൻഷൻ ചെയ്താദ്യേ, മെസ്മർ ഒരു കള്ളനായിരുന്നു എന്നാട്ടോ ചരിത്രം പറയുന്നത്. ഫ്രാൻസ് ആറ്റൺ മെസ്മർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ ഫിസിഷ്യൻ ആണ്. അദ്ദേഹം ഈ ഹിപ്നോസിസ് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് മെത്തേഡ് ഒന്നും അല്ല കേട്ടോ, അതൊരു മാജിക് പോലത്താണ്. അന്നത്തെ ഒരു കള്ളനായിരുന്നു മെസ്മർ എന്നാണ് ചരിത്രം പറയുന്നത്. Mesmerism, our efforts to understand psychological causation of mental disorder start with the Franz Anton Mesmer. പണ്ടത്തെ ഹിപ്നോട്ടിസത്തിന്റെ പേരാട്ടോ മെസ്മറിസം എന്ന് ഒരു ഓസ്ട്രിയൻ ഫിസിഷ്യൻ അയക്കുന്നു, who further developed the idea of paralysis about the influence of the planets of human body. അന്ന് വേണ്ട ഇത് എഴുതിയാതിട്ടോ. Mesmer believed that the planets affected a universal magnetic fluid in the body, the distribution of which determined health or disease in attempting to find the cures or mental disorder. അതായത് ഒരു പ്ലാനറ്റ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മളെ ബോഡിയിൽ, അതിൽ വ്യതിയാനം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു. മെസ്മർ കൺക്ലൂഡ് ചെയ്യുന്നു, all people possess magnetic forces that could be used to influence distribution of the magnetic fluid in other people, thus affecting cues. അതായത് ഈ ഒരു പിന്നെ ഫ്ലോ ഈ ഒരു ഫ്ലൂയിഡിൽ ഫ്ലോ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് നല്ലപോലെ പോകുന്ന ആൾ മറ്റാൾ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂർ വരും എന്നൊക്കെ രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ്, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ആയിട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഹിപ്നോസിസ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒരു പ്ലാനറ്റ് എഫക്റ്റഡ് യൂണിവേഴ്സൽ മാഗ്നറ്റിക് ഫ്ലൂയിഡ്, പ്ലാനറ്റ് എഫക്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് എന്ന്, ആ ഫ്ലൂയിഡിൽ വ്യതിയാനം വരുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത്. സോ അങ്ങനെ വ്യതിയാനം വന്ന ആൾ വ്യതിയാനം വരാത്ത ആളുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവിടെ എന്താവും, ക്യൂർ വരുന്നതാണ്. മെസ്മർ കൺക്ലൂഡ് ദാറ്റ് പീപ്പിൾ magnetic forces that could be used to influence the distribution of magnetic fluid in other people, thus affecting cures. ആ പ്രോസസ് ചെയ്ത അതർ പീപ്പിളുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ക്യൂർ വരും എന്ന് ഉള്ളതാണ്. അപ്പൊ ബയോളജിക്കൽ ഡിസ്കവറീസിൽ ജനറൽ പാരാലിസിസ് ആൻഡ് സിഫിലിസ് ഒരു പിന്നെ പ്രത്യേകം രോഗമായിട്ട് കണ്ടു. ബ്രെയിന് മാനസിക രോഗത്തിന്റെ ഒരു ഭാഗമാണ് കണ്ടു. മെസ്മറിന്റെ മെസ്മറിസം വന്നു. ഇതൊക്കെ ചുരുക്കി എഴുതാം, മെസ്മറിസം വന്നു എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഞാൻ
കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരട്ടോ ഏതൊക്കെ ഭാഗമാണ് വൃത്തിക്ക് എഴുതേണ്ടത് പറഞ്ഞുതരാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പോവല്ലേ, ആരും പോരുത് കേട്ടോ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ വൃത്തിക്ക് പറഞ്ഞുതരാം. ഓക്കെ ആണോ? പറഞ്ഞേ മക്കളെ, ഓക്കെ ആണോന്ന് പറയടോ. അടുത്താണ് ബിഗിനിങ് ഓഫ് സൈക്കോ അനാലിസിസ്. ആദ്യമായിട്ട് വന്ന സൈക്കോളജിയിൽ ഒരു ട്രീറ്റ്മെന്റ് ആട്ടോ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വേൾഡ് മൊത്തം ഫ്രോയിഡിന് ഇത്രയും അംഗീകരിക്കുന്നത്. ഫ്രോയിഡും ബ്രൂററും കൂടി ആട്ടോ. പിന്നെ ബ്രൂറർ തെറ്റിപ്പരിഞ്ഞതാ. ഫ്രോയിഡ് ആൻഡ് ബ്രൂറർ ഡയറക്റ്റഡ് പേഷ്യൻസ് ടു ടോക്ക് ഫ്രീലി അബൌട്ട് ദിയർ പ്രോബ്ലംസ് വൈൽ അണ്ടർ ഹിപ്നോസിസ്. ആദ്യം അവർ ഹിപ്നോസിസ് യൂസ് ചെയ്തിരുന്നു, പിന്നെ ഹിപ്നോസിസ് തള്ളിക്കളഞ്ഞതാ. The patients usually displayed considerable emotion and on weakening from their hypnotic states felt a significant emotional release which was called a catharsis. അവർ ആ ഹിപ്നോസിസ് സ്റ്റേറ്റിൽ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ എണീക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രീ ആയിരുന്നു. അതിനെ അവർ കത്താർസിസ് എന്ന് വിളിച്ചു. അതൊരു കത്താർസിസ് പോലെയായിരുന്നു. The simple innovation in the use of hypnosis proved to be a great significance. ഈ ഒരു സിമ്പിൾ ഇന്നോവേഷൻ, അത് അവരുടെ മനസ്സിൽ കെട്ടിക്കിടന്ന് എന്തൊക്കെയോ അവർ പറഞ്ഞു തീർത്തപ്പോൾ തന്നെ അവർക്ക് നല്ല എന്ത് വരാം, ആശ്വാസം വരാൻ തുടങ്ങി. It was this approach that led a discovery of unconsciousness. Unconscious വന്നു. പിന്നെ two related methods enabled to understand patients കോൺഷ്യസ്നസ് ആൻഡ് അൺകോൺഷ്യസ് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ അസോസിയേഷൻ ആണ്. എന്താണ്, വെറുതെ സംസാരിക്കുക. സെക്കൻഡ് മെത്തേഡ് ഡ്രീം അനാലിസിസ് ഇൻവോൾവ്ഡ് ഹാവിംഗ് പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഡിസ്ക്രൈബ് ദിയർ ഡ്രീംസ്. അതായത് സൈക്കോ അനാലിസിസ് രണ്ട് മെത്തേഡാണ് ഉള്ളത് അറിയാലോ. ഒന്ന് ഫ്രീ അസോസിയേഷൻ, ഇൻവോൾവ്ഡ് ഹാവിംഗ് പേഷ്യൻസ് ടോക്ക് ഫ്രീലി അബൌട്ട് ദംസെൽസ് thereby providing information about their feeling, motives and so forth. അതായത് വെറുതെ സംസാരിച്ച് അവരുടെ ഫീലിംഗും മോട്ടിവേഷൻ ഒക്കെ പറയാ. രണ്ടാമത്തത് അവരുടെ ഡ്രീംസിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക. അതിലൂടെ അവരെന്താക്കുക, അവരുടെ രോഗത്തിനെ പറ്റി കണ്ടെത്തുക. ഈ രണ്ട് മെത്തേഡ് ആയിരുന്നു ഫ്രോയിഡ് ഉപയോഗിച്ചത്. ന്യൂമറസ് അതർ ക്ലിനിഷ്യൻസ് തിയറീസ് സച്ച് എസ് കാൾ യുങ്, ആൽഫ്രഡ് അഡ്ലർ, ഹാരി സ്റ്റക്ക് സളീവന് ലോഞ്ച് സ്പിൻ ഓഫ് തിയറീസ് ദാറ്റ് ഹാവ് ഇലോബറേറ്റഡ് ഓൺ ദ സൈക്കോഅനാലിറ്റിക് വ്യൂ പോയിന്റ്. ഇവരൊക്കെ സൈക്കോഅനാലിറ്റിക് വ്യൂ പോയിന്റിനെ ഇലോബറേറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പം സൈക്കോ അനാലിസിസ് തുടക്കം ബ്രൂവറും ഫ്രോയിഡും കൂടെ ഒരു ഫ്രീ ടോക്കിലൂടെ ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളതായിരുന്നു. ഹിപ്നോസിസിലൂടെ അവര് ആൾക്കാരെ കൊണ്ട് വെറുതെ സംസാരിപ്പിച്ചു. അതുവഴി അവർക്ക് നല്ല ആശ്വാസം കിട്ടി തുടങ്ങി. അതിന് അദ്ദേഹം കർത്താസിസ് എന്നാണ് വിളിച്ചത്. അവിടെ അൺകോൺഷ്യസ് ഡിസ്കവർ ചെയ്യായിരുന്നു. ഫ്രോയിഡിന്റെ രണ്ട് മെത്തേഡ്, അല്ലെങ്കിൽ സൈക്കോ അനാലിസിന്റെ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ അസോസിയേഷനും ഒന്ന് ഡ്രീം അനാലിസിസും ആയിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഈ എവല്യൂഷൻ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ട്രഡീഷൻ എക്സ്പെരിമെന്റൽ സൈക്കോളജിന്റെ കേസിൽ നിങ്ങൾ വെറുതെ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ലെപ്സിഗിലെ യൂണിവേഴ്സിറ്റി തുറന്നു, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് വന്നു, അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും വന്നു എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. Early psychology laboratories in 1879, William Wundt established the first laboratory experimental psychology laboratory at the University of Leipzig. അത് മാത്രം മതി. പിന്നെ behavioral perspective, although psychoanalysis dominated through about abnormal behavior at the end of the 19th century and in the early 20th century, another school behaviorism emerged out of experimental psychology to challenge the supremacy. Behaviorism വന്നു. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റിങ്ങും അതൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആയിരുന്നു ബിഹേവിയറിസ്റ്റിൽ വരുന്ന അപ്രോച്ചുകൾ എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ ആണോ? മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണോ? പറഞ്ഞേ മെയിൻ കാര്യങ്ങൾ പറയട്ടെ. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് 10 മാർക്കിന് അല്ലെങ്കിൽ 5 വെയിറ്റേജിനാണ് വരിക. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്താണ് എന്ന് ഈ ഒരു പോയിന്റ് എന്താക്ക മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങുക. ഡീമണോളജിയും ഗോഡ് മാജിക്കും ഒക്കെ എഴുതണം. ഹിപ്പോക്രൈറ്റ്സ് എഴുതണം. അതുപോലെ തന്നെ ലേറ്റർ ഗ്രീക്കും റോമൻ തോട്ടും ചൈനയൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. മിഡിൽ ഏജിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. മിഡിൽ ഏജിൽ എന്താണ് ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബാഗ്ദാദില് ഫസ്റ്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ വന്നു, ഡെമസോല അലപ്പോലൊക്കെ വന്നു, അവസീനെ പറ്റി പറയാ. പിന്നെ മാസ് മാഡ്നസും ടെറാൻഡിസും ലിക്കാന്ത്രോപ്പി എന്താണെന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഹ്യൂമാനിറ്റേറിയൻ റിഫോം അഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമാനിറ്റേറിയൻ റിഫോം ഇമ്പോർട്ടന്റ് ആണ്. അതിലും മെന്റൽ ഹൈജീൻ മൂവ്മെന്റും ഒക്കെ എഴുതണം. പിന്നെ വരുന്നത് 19th സെഞ്ചുറിയിലെ ഈ ലേ പേഴ്സൺസിന്റെ കാര്യങ്ങളും എഴുതി വെക്കണം. ഓക്കെ. പിന്നെ മെന്റൽ ഹെൽത്തിന്റെ ബാക്കിയുള്ളതൊക്കെ അല്ലേ ഈ 8 മുതൽ ഈ സൈക്കോഅനാലിസിസ് എന്തായാലും എഴുതണം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഈ മെയിൻ ഫസ്റ്റ് വരുന്ന 7 വരെയുള്ള പാർട്സ് ആണ്.
അതായത് ഹ്യൂമാനിറ്റേറിയൻ റിഫോമും ഇതുവരെയുള്ളത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം. പിന്നെ സൈക്കോ അനാലിസിസും ആണ് മെയിൻ ആയിട്ടും എഴുതേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്? എല്ലാരും പറഞ്ഞേ ഓക്കെ ആണോന്ന്? വെരി ഗുഡ്. ഇനി നമ്മള് മെത്തേഡ്സ് ആൻഡ് റിസർച്ചസ് മെഷർമെന്റ്സ് ഇൻ ക്ലിനിക്കൽ റിസർച്ച് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിയിലെ റിസർച്ചിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സും മെഷർമെന്റ്സും ആണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 8-9 എണ്ണം ഉണ്ട്. കേസ് സ്റ്റഡി, മെറ്റാ അനാലിസിസ്, ക്രോസ് സെക്ഷണൽ വേഴ്സസ് ലോഞ്ചിറ്റ്യൂഡിനൽ, കോറിലേഷണൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ക്വാസി എക്സ്പെരിമെന്റ്, ബിറ്റ്വീൻ ഗ്രൂപ്പ് വേഴ്സസ് വിത്തിൻ ഗ്രൂപ്പ്, അനലോഗ് എക്സ്പെരിമെന്റ്, സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റ്, സിംഗിൾ സബ്ജക്റ്റിൽ തന്നെ എ ബി വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ. ഇത്രയുമാണ്. 10 എണ്ണാണ് വരുന്നത്. മിക്കവാറും 5 വെയിറ്റേജിന് കണ്ടിട്ടൊന്നുമില്ല, 3 വെയിറ്റേജിനാണ് ചോദിച്ച് കാണാറ്. 10 എഴുതാം കേട്ടോ. 5 വെയിറ്റേജിന് വന്നാലും എഴുതാൻ മാത്രം ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു കേസ് എടുത്തിട്ട് അതിനെ തറവായിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗജനിയിലെ നയൻതാര സൂര്യനെ പഠിക്കുന്നത് കേസ് സ്റ്റഡി ആണ് നമുക്ക് പറയാം. എന്താണ്? ഇൻവോൾവ്സ് എ തറോ ആൻഡ് ഡീറ്റെയിൽ എക്സാമിനേഷൻ ഓഫ് വൺ പേഴ്സൺ ഓർ സിറ്റുവേഷൻ. Typically, they include descriptive observation of individual's behavior and an attempt by the researcher to interpret it. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓരോ ഒബ്സർവേഷനും ചെയ്തിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരാളെ തന്നെ എടുത്ത് പഠിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കേസ് സ്റ്റഡിയില്. Case studies can stimulate more systematic research in clinical psychology. Case studies can be used to examine the outcome of a treatment or the course of a disorder, among other phenomena. ക്ലിനിക്കൽ സൈക്കോളജിയിൽ കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നത് ഒരു ട്രീറ്റ്മെന്റ് ഔട്ട്കം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസോർഡറിന്റെ കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെയാണ്. ഒരാളെ തന്നെ എടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്. It is a detailed and often interpretive description of a person's life and psychological problems. കണ്ടോ, ഒരാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെയും അയാളുടെ ലൈഫിനെയും പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് കേസ് സ്റ്റഡിയിൽ വരാ. It describe the person's history, present circumstances, symptoms എല്ലാം പറയും. It may also speculate about why problems develop, and it may be describe the application and result of a particular treatment. എന്തുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്ത പിന്നെ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, ഇതൊക്കെ നമുക്ക് എന്താക്കാം കേസ് സ്റ്റഡി. അത് ഒരാളെ തറവായിട്ട് പഠിക്കാണല്ലോ. അപ്പൊ അയാൾക്ക് എന്തുകൊണ്ട് ആ പ്രശ്നം വന്നു, നമ്മൾ അപ്ലൈ ചെയ്ത ട്രീറ്റ്മെന്റ് നല്ലോണം വർക്ക്ഔട്ട് ആയോ, ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Case studies may also inspire new therapeutic techniques or describe unique application of existing technique. Case studies നമുക്ക് ന്യൂ തെറാപ്യൂട്ടിക് ടെക്നിക്സ് കണ്ടുപിടിക്കാൻ വരെ എത്തിക്കും. അത് കൂടാതെ എക്സിസ്റ്റിംഗ് ടെക്നിക്കില് എന്താണ് യുണീക്ക് ആയിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ ഒരാളെ മാത്രമാണല്ലോ. അപ്പൊ CBT നമുക്ക് REBT മിക്സ് ചെയ്തിട്ടോ, ചുമ്മാ പറയണേ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൊജറിനിൽ CBT, അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് കാര്യങ്ങൾ പോലും നമുക്ക് എന്തിൽ ചെയ്യാം, കേസ് സ്റ്റഡിയിൽ ചെയ്യാം. കേസ് സ്റ്റഡീസ് മേ ഓഫർ opportunity to study unusual problems that do not occur often enough to permit a large number of observations. അതായത് ഒരുപാട് ആൾക്കാർ ഒബ്സർവ് ചെയ്യാല്ലേ, ഒരു പ്രത്യേകത രോഗമാണ്. സോ അതിനൊക്കെ പഠിക്കാൻ നമ്മൾ കേസ് സ്റ്റഡി തന്നെ, ഒരാളെ തന്നെ എടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്. Case studies can be source of new ideas and behavior and open the way of discoveries. ഒരുപാട് ന്യൂ ഐഡിയാസും ഡിസ്കവറീസ് ഒക്കെ കണ്ടെത്താൻ പറ്റും കേസ് സ്റ്റഡി വഴി. അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തന്നെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഡീറ്റെയിൽ എക്സാമിനേഷൻ ചെയ്യാണ്. ഇവിടെ ടിപ്പിക്കലി ഇത് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഒബ്സർവേഷനിലൂടെ അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. കേസ് സ്റ്റഡീസ് ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് ആണ്. എന്താ വെച്ചാല് ക്ലിനിക്കൽ സൈക്കോളജിയിൽ അത് ഉപയോഗിക്കുന്നത് ഒരു ട്രീറ്റ്മെന്റ് ഔട്ട്കം എന്താണ്, ഒരു ഡിസോർഡറിന്റെ കോഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ ഡീറ്റെയിൽഡ് ആണ്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും പേഴ്സന്റെ ലൈഫിനെ പറ്റിയിട്ടും സൈക്കോളജിക്കൽ സിംറ്റംസിനെ പറ്റിയിട്ടും, അതുപോലെ അയാളുടെ ഹിസ്റ്ററി, പ്രസന്റ് സർക്കംസ്റ്റൻസസ്, സിംറ്റംസ് ഒക്കെ പറയും. അതുപോലെ തന്നെ എന്താണ് അവിടെ അയാളുടെ പ്രോബ്ലംസ് എങ്ങനെ ഡെവലപ്പായി, അതുപോലെ ഈ പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് റിസൾട്ട് എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ കേസ് സ്റ്റഡി വഴി നമുക്ക് പറ്റും. കേസ് സ്റ്റഡി ഉപയോഗിക്കാറ് എങ്ങനെയാ അറിയോ, ഇപ്പം ഒരു പ്രത്യേക തരം രോഗം ഒരാളിൽ മാത്രമാണെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ കേസ് സ്റ്റഡി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂ തെറാപ്പിക് ടെക്നിക്സ് ഇൻസ്പയർ ചെയ്യാൻ കേസ് സ്റ്റഡി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ യുണീക്ക് ആപ്ലിക്കേഷൻ, എക്സിസ്റ്റിംഗ് തെറാപ്പീസ് യുണീക്ക് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നോക്കാം. കാരണം ഒരാൾക്ക് തന്നെ കൊടുത്തിട്ടാണല്ലോ, ഒരാൾക്ക് യുണീക്ക് ആയിട്ട് കൊടുത്തു നോക്കുന്നുണ്ട്, അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ കേസ് സ്റ്റഡി നമുക്ക് ഉപയോഗിക്കാം. അൺയൂഷ്വൽ പ്രോബ്ലംസിനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ന്യൂ ഐഡിയാസ് ഒക്കെ കണ്ടെത്താൻ
എന്ത് ഉപയോഗിക്കാറുണ്ട്? കേസ് സ്റ്റഡി ഉപയോഗിക്കാറുണ്ട്. സോ ഒരാളെ തന്നെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന് പറഞ്ഞേ. രണ്ടാമത്തെ റിസർച്ച് മെത്തേഡാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന മെറ്റാ അനാലിസിസ്. സ്റ്റഡി ഓഫ് സ്റ്റഡീസ് എന്നാണ് പറയാം. ഒരുപാട് സ്റ്റഡീസിന്റെ റിസൾട്ടുകൾ കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. Among the most powerful tool used by clinical psychology researchers is meta-analysis. Clinical psychology researchers ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെറ്റാ അനാലിസിസ്. It is a statistical method of combining result of separate studies to create a summation ഓഫ് ഫൈൻഡിങ്സ്. അതായത് കുറെ സ്റ്റഡീസ്, സെപ്പറേറ്റ് സ്റ്റഡീസിന്റെ റിസൾട്ടുകളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലിലൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫൈൻഡിങ്സ് പഠിക്കുന്നത്, ഒരുപാട് സ്റ്റഡീസിന്റെ റിസൾട്ടുകൾ കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് മെറ്റാ അനാലിസിസ്. മെറ്റാ അനാലിസിസ് ഇസ് എ സ്റ്റഡി ഓഫ് സ്റ്റഡീസ്. കണ്ടോ, സ്റ്റഡീസിന്റെ സ്റ്റഡിയാണ്, കുറെ റിസൾട്ടിനെ വീണ്ടും പഠിക്കുകയാണ്. A quantitative analysis in which full result of previous studies each represent a small part of a larger pool study. ഒരുപാട് റിസൾട്ട് ഉണ്ടാവും, അതൊക്കെ ഒരു ലാർജർ പൂൾ സ്റ്റഡിയുടെ പാർട്ടായിട്ട് മാറുകയാണ്. So, although it is informative to read the result of a single study on, say, the benefits of psychotherapy, it can be far more enlightening to read meta-analysis on the topic that encompasses many comparable studies. അതായത് ഇപ്പൊ നോക്കുക, ഡിപ്രഷന് നമ്മൾ വെറുതെ പിന്നെ ചുമ്മാ പറയാണ്, വെറുതെ നമ്മൾ സൈക്കോ അനാലിസിസ് മാത്രം എടുത്തു നോക്കുന്ന മതി, ഉപരി മെറ്റാ അനാലിസിസ് എടുത്തു നോക്കിയാൽ ഡിപ്രഷൻ തന്നെ സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, CBT, REBT എല്ലാം നമുക്ക് കിട്ടും. സോ എന്താണ്, അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. സോ although it is informative to read the result of a single study, ഒരു സിംഗിൾ സ്റ്റഡിയുടെ റിസൾട്ടും വായിക്കാം, സൈക്കോ അനാലിസിസിനെ മാത്രം വായിക്കുകയും ചെയ്യാം. On, say, the benefit of psychotherapy, psychotherapy മാത്രം എടുത്ത് വായിക്കാം. It can be far more enlightening to read meta-analysis on the topic that encompasses many comparable. അതായത് ഒരേ സമയം തന്നെ ഒന്നിന്റെ റിസൾട്ടും വായിക്കാം, അത് കൂടാതെ ഒരുപാട് എണ്ണത്തിന് കമ്പയർ ചെയ്ത് വായിക്കാനും പറ്റും. അതാണ് മെറ്റാ അനാലിസിസ്. അതായത് മെറ്റാ അനാലിസിസ് ഭയങ്കര പവർഫുൾ ആണ് നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ കേസിൽ. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്, കുറെ സ്റ്റഡിയുടെ സെപ്പറേറ്റ് സ്റ്റഡിയുടെ റിസൾട്ടുകൾ കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ്. സ്റ്റഡീസ് ഓഫ് സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. കുറെ എണ്ണത്തിന്റെ ഫുൾ റിസൾട്ടുകൾ എടുത്തിട്ട് അതൊരു ഹോൾ പൂളാക്കി മാറ്റി പഠിക്കുകയാണ്. ഇവിടെ ഒരേ സമയം ഒരു സ്റ്റഡിയുടെ ആൻസറും കിട്ടും, ഈ ഒരു സ്റ്റഡിനെ ഒരുപാട് സ്റ്റഡി കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് മെറ്റാ അനാലിസിസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും പറയണേ മക്കളെ. ഞാൻ തമാശയല്ല കേട്ടോ, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാളാണല്ലോ. നിങ്ങൾ ആ ഹിസ്റ്ററി ഒന്ന് വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഹിസ്റ്ററി അത്രയും ഇമ്പോർട്ടന്റ് ആണ്, വെറുതെ ആ ഫുൾ മാർക്ക് കളയണ്ട കേട്ടോ. ഇനി മൂന്നാമത്തതാണ് ക്രോസ് സെക്ഷണൽ വേഴ്സസ് ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി. അതായത് ഈ 2022 തന്നെ നമ്മള് എന്താണ്, കുറച്ച് 10 വയസ്സുള്ള കുട്ടികളെയും കുറച്ച് 20 വയസ്സുള്ള കുട്ടികളെയും കുറച്ച് 30 വയസ്സുള്ള കുട്ടികളെയും കുറച്ച് 40 വയസ്സ്, ഇങ്ങനെ ഒരേ സമയം തന്നെ ഇവരെല്ലാരെയും എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് മറിച്ച് നമ്മൾ 2022 സ്റ്റാർട്ട് ചെയ്യാണ് ഒരു 10 വയസ്സുള്ള കുറച്ച് കുട്ടികളെ. ഇവർ 20 വയസ്സാകുമ്പോൾ ഇവരെ തന്നെ പഠിക്കുക, ഇവർ 30 വയസ്സാകുമ്പോൾ ഇവരെ തന്നെ പഠിക്കുക, ഇവർ 40 വയസ്സാകുമ്പോൾ, അതായത് ഇവരെ തന്നെയാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ പഠിക്കുന്നെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിന്. അതായത് ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് ക്രോസ് സെക്ഷണൽ. ഒരേ ആൾക്കാർ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പഠിക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡനൽ. Cross-sectional design assess or compare a participant or group of participants at one particular point of time. By contrast, longitudinal studies emphasize change across time, often making within group comparison from one point to another. അതായത് ഒരേ ആൾക്കാർ തന്നെ one point to another point ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ, കുറെ ആൾക്കാരെ എടുത്തിട്ട് ഒരേ സമയം പഠിക്കുകയാണെങ്കിൽ അത് ക്രോസ് സെക്ഷണൽ. In longitudinal studies is called high risk ആണ്, എന്താണ്, or developmental studies ആണ്. Researchers observe the same individuals on many occasions over a long period of time. കണ്ടോ, ഒരേ ആളെ തന്നെ ഒരുപാട് സമയം എടുത്ത് പഠിക്കുന്നതാണ് എന്ത്,
ക്രോസ് സെക്ഷൻ അല്ല ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ 2022 കുറെ വയസ്സുള്ള ആൾക്കാരെടുത്ത് അതോടെ തീർന്നു. ഇത് 10 വയസ്സ് 20 വയസ്സ് 30 അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Cross-sectional design tend to be easier and more efficient, whereas longitudinal design requires much longer period of time. Cross-sectional കുറച്ച് സമയം മതി, ലോഞ്ചിറ്റ്യൂഡിനൽ ഒരുപാട് സമയം വേണ്ടി വരും. നമുക്ക് 10 മുതൽ 40 വരെ വയസ്സുള്ള ആൾക്കാരെ പറ്റി പഠിക്കണം എന്നാണെങ്കിൽ ഈ 10, 20, 30, 40 ഒക്കെ എടുത്തിട്ട് ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ക്രോസ് സെക്ഷൻ. നേരെ മറിച്ച് ഈ 10 വയസ്സുള്ള ആൾക്കാർ തന്നെ അവർ 20 വയസ്സാകുമ്പോഴും അവർ 30 വയസ്സാകുമ്പോഴും അവർ 40 വയസ്സാകുമ്പോഴും പഠിക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ. ഇത് ഒരുപാട് സമയം എടുക്കും, ഇത് കുറച്ച് സമയം മതി. ഓക്കെ ആണോ? ക്രോസ് സെക്ഷണലും ലോഞ്ചിറ്റ്യൂഡിനലും ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? അപ്പം കേസ് സ്റ്റഡി ഒരാളെ തന്നെ എടുത്ത് ഡെപ്തിൽ പഠിക്കുന്നത് എന്താണ്? ഒരേ സമയം തന്നെ പഠിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനലോ ഒരേ ആൾക്കാർ തന്നെ ഒരുപാട് സമയം എടുത്ത് പഠിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? പറഞ്ഞേ. മെറ്റാ അനാലിസിസ് മുഫീദ കുറെ സ്റ്റഡിയുടെ റിസൾട്ടുകൾ എടുക്കും, കുറെ സ്റ്റഡീസിന്, എന്നിട്ട് അതൊക്കെ കൂടെ ആ റിസൾട്ട്സ് സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കും. ഒരേ സമയം തന്നെ ഒരുപാട് സ്റ്റഡിയുടെ റിസൾട്ട്, അതാണ് സ്റ്റഡി ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സ്റ്റഡികളുടെ സ്റ്റഡി, അതായത് എല്ലാ സ്റ്റഡീസിന്റെ റിസൾട്ട് മാത്രം എടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കുന്ന മെത്തേഡാണ് മെറ്റാ അനാലിസിസ്. അതായത് ഡിപ്രഷന്റെ കുറെ സ്റ്റഡി, ഓരോ സ്റ്റഡിയുടെ റിസൾട്ടുകൾ ഇങ്ങനെ എടുക്കും, എന്നിട്ട് എല്ലാ റിസൾട്ട്സും കൂടി സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കുന്നതാണ് മെറ്റാ അനാലിസിസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഡിസംബർ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള രീതിയിൽ പോട്ടെ. ജനുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ആക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? 12 പാടല്ലേ ഉള്ളൂ, പെട്ടെന്ന്. ഓക്കെ ആണല്ലോ? നിങ്ങൾ നോട്ട് കണ്ട് ബേജാറാവണ്ട, നമുക്ക് വേണ്ടത് മാത്രമേ പഠിപ്പിച്ചു തരുള്ളൂ. ബാക്കി നോട്ട് നാളെയും കൂടെ ഒന്ന്, ഇന്നും കുറെ പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നാളെ അയക്കാം. ശരി. Hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ.